ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന, വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെറിയ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ഏലക്കയും 2-3 പട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3-4 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. 10-15 ചെറിയ ഉള്ളി മതിയാകും. ഉള്ളിയുടെ കളറൊക്കെ മാറി കിട്ടിയാൽ പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം 2 സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നൈസായിട്ട് അരിഞ്ഞെടുത്ത സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ നന്നായി വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ വഴറ്റിയെടുക്കാവുന്നതാണ്. സവാളയും ചെറിയ ഉള്ളിയും ഒക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ 2 തക്കാളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം. തക്കാളി അരിയുമ്പോൾ കനം കുറച്ച് അരിഞ്ഞതാകണം, എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഉള്ളിയും തക്കാളിയും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഈ മസാലപ്പൊടികളെല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/2 മിനിറ്റോളം വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം. കൂന്തൽ നന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിത് റോസ്റ്റ് രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അല്പം വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒരു കാരണവശാലും ഒഴിച്ച് കൊടുക്കരുത്. ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാനുണ്ട്. ഇനി വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. നല്ല ആവി വരുന്നുണ്ട്, നല്ല മണം. സംഗതി ഏതായാലും പൊളിച്ച്. നല്ല കിടുക്കാച്ചി കൂന്തൽ റോസ്റ്റ്. കുറച്ചുകൂടി വെള്ളം വറ്റി വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് ആവശ്യം. വീട്ടിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല രുചിയോട് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.